ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനഃശാസ്ത്രപ്രകാരം ഓരോ വ്യക്തിയും ജനിക്കുന്നത് രണ്ട് ഭയങ്ങളോടുകൂടെ മാത്രമാണ്. താഴെ വീഴുമെന്ന ഭയം, ഉയർന്ന ശബ്ദത്തോടുള്ള ഭയം. ബാക്കി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും നാം സ്വീകരിക്കുന്നതും അങ്ങനെ അവസാനം നമ്മെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വികാരമായി, ഇമോഷനായി ഭയം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം ഒരുപാട് ഭയത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ആശ്വാസത്തിന്റെ വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുന്നത്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇസ്ഹാക്കിനോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 46-ാം അധ്യായം 3-ാം വാക്യത്തിൽ യാക്കോബിനോട് ദൈവം പറയുന്നത്, ഈജിപ്തിലേക്ക് പോകുവാൻ നീ ഭയപ്പെടേണ്ട. ജോഷിയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ജോഷിയോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കുക, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനതയോട് യേശുനാഥൻ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിങ്ങളുടെ ദൈവം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഉദ്ധിതനായ ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് വരുവാനായിട്ട് പറയുക. എന്നിങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം 365 തവണ ഭയപ്പെടേണ്ട എന്ന വചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ടും നാം നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ദൈവവചനത്തെ നാം വിശ്വസിക്കാത്തത് കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തിൽ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടുമാണ്. മർക്കോസിന്റെ സുവിശേഷം 5:36 ജെയ്റോസിനോട് ദൈവം പറയുന്നത്, യേശുനാഥൻ പറയുന്നത്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ നാം ഭയപ്പെടുകയും ഇല്ല എന്ന് വിചാരിച്ച് ആ ഭയത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത്. അതിനാൽ പ്രിയ സഹോദരരെ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭയം ഏതു തന്നെ ആയിരുന്നാലും അതിനെ മറികടക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55:22 നാം വായിക്കുന്നു, നിന്റെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. 1 പത്രോസ് 5:7 നാം വായിക്കുന്നു, നിന്റെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ ഒരു ബോധത്തോടുകൂടി നമ്മുടെ ഭയം ഏതു തന്നെയായിരുന്നാലും അതിനെ മറികടക്കുവാൻ, അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഭയങ്ങളെ മറികടക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.